ഹലോ എവരി വൺ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തേർഡ് സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഓരോ മൊഡ്യൂളിൽ നിന്ന് വരുന്ന 7 മാർക്കിൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒന്നാമത്തെ കോഴ്സ് ഔട്ട്കമിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്: എ സൈക്കിൾ, ബി പീരീഡ്, സി ആർ എം എസ് വാല്യൂ, ഡി ആവറേജ് വാല്യൂ, ഇ പീക്ക് ഫാക്ടർ, എഫ് ഫോം ഫാക്ടർ, ജി ഫ്രീക്വൻസി. ഓക്കെ, അതായത് താഴെ തന്നിട്ടുള്ള ടേമുകൾ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പറയുന്നത് സൈക്കിളാണ്. എന്താണ് സൈക്കിൾ? ഒരു സൈൻ വേവിൽ സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓഫ് സൈക്കിളിനാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അഥവാ ഒരു പോസിറ്റീവ് ഓഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഓഫ് സൈക്കിളും കൂടി ചേർന്നുള്ളത് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് പീരീഡ്. എന്താണ് പീരീഡ്? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ഓൺ സൈക്കിൾ. അഥവാ ഒരു പോസിറ്റീവ് ഓഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഓഫ് സൈക്കിളും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് എന്ത് പറയുന്നത്? പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, ടി. ഓക്കെ, മൂന്നാമത്താണ് ആർ എം എസ് വാല്യൂ. എന്താണ് ആർ എം എസ് വാല്യൂ? ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം റൂട്ട് മീൻ സ്ക്വയർ ആണ്. റൂട്ട് മീൻ സ്ക്വയർ, ദ വാല്യൂ ഓഫ് an AC which will produce the same amount of heat while passing through in a heating element such as resistor as DC produced through the element is called RMS value. ഓക്കെ, അഥവാ ഒരു റെസിസ്റ്ററിലൂടെ നമ്മൾ DC കറൻറ്റ് പാസ് ചെയ്യിച്ചു, ഒരു ഹീറ്റ് അവിടെ ഒരു വാല്യൂ ഓഫ് ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. അതേ സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രമാത്രം AC കറൻറ്റ് ആ എലമെൻറ്റിലൂടെ പാസ് ചെയ്യിക്കണം, അതാണ് RMS വാല്യൂ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, AC സൈൻ വേവിൻ്റെ RMS വാല്യൂ 0.707 ആണ് എന്നും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. അടുത്തത് ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് എൻ ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ ഡയറക്റ്റ് കറൻറ്റ് വിച്ച് ട്രാൻസ്ഫർ അക്രോസ് എനി സർക്യൂട്ട് ദ സെയിം എമൗണ്ട് ഓഫ് ചാർജ് ഈസ് ട്രാൻസ്ഫർഡ് ബൈ ദ ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഡ്യൂറിങ് ദ സെയിം ടൈം. ഓക്കെ, അഥവാ ഒരു എലമെൻറ്റിൻ്റെ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് ചാർജുകളെ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് DC കറൻറ്റ് അവിടെ അപ്ലൈ ചെയ്തു. അതേ എമൗണ്ട് ഓഫ് ചാർജിനെ നമ്മൾ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് എത്തിക്കാൻ എത്രമാത്രം AC കറൻറ്റ് അപ്ലൈ ചെയ്യണം, അതാണ് അവിടെ ആവറേജ് വാല്യൂ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് സൈൻ വേവ് എന്ന് പറയുന്നത് 0.637 ആണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ടൈമാണ് പീക്ക് ഫാക്ടർ. എന്താണ് പീക്ക് ഫാക്ടർ? പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ടു RMS വാല്യൂ. മാക്സിമം വാല്യൂ RMS വാല്യൂ തമ്മിലുള്ള റേഷ്യോനാണ് എന്ത് പറയുന്നത്? പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഫോം ഫാക്ടർ. എന്താണ് ഫോം ഫാക്ടർ? ദ റേഷ്യോ ബിറ്റ്വീൻ RMS വാല്യൂ ആൻഡ് ആവറേജ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. RMS വാല്യൂവും ആവറേജ് വാല്യൂവും തമ്മിലുള്ള റേഷ്യോനാണ് എന്ത് പറയുന്നത്? നമ്മൾ ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. സൈൻ വേവിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് 1.1 ആണെന്ന് കൂടെ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് 1.414 ആണെന്ന് കൂടെ ഓർത്ത് വെക്കുക. അവസാനത്തെ ടൈം ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് പാസ്ഡ് ത്രൂ പെർ സെക്കൻഡ്. അല്ലേ? അഥവാ കൺസിഡർ ഈ ഒരു വേവ് ഫോം കൺസിഡർ ചെയ്യുക. ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു സെക്കൻഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എത്ര സൈക്കിൾ പാസ് ചെയ്യുന്നുണ്ട്? 1, 2 അല്ലേ? ഒരു സൈക്കിൾ ഇവിടെ 2 സൈക്കിളാണ് ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയാണ്? 2. ഓക്കെ, ഒരു സെക്കൻഡിൽ എത്രമാത്രം സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു അതിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെക്കൻഡിൽ 2 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഫ്രീക്വൻസിനെ നമ്മൾ F എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അതിൻ്റെ യൂണിറ്റ് നമ്മൾ ഹെഡ്സിലാണ് പറയാറ്, ഹെഡ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നുണ്ടാവും. ടൈം പീരീഡിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതും കൂടെ ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഇനി മൊഡ്യൂള് CO1 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ന്യൂമറിക്കലാണ്. ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം അവിടെ ചോദിക്കാറുണ്ട് പൊതുവെ, ഒന്ന് ശ്രദ്ധിക്കുക. എ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഹാസ് ഫോളോയിങ് ആവറേജ് ഇലക്ട്രിക്കൽ കൺസപ്ഷൻ പെർ ഡേ. ഒന്നാമത്തെ എക്യുപ്മെൻറ്റ് 4 ബൾബുകൾ 40 വാട്ട് വർക്കിംഗ് ഫോർ 55 hours. ഓക്കെ, രണ്ടാമത്തത് 2 ഫാൻസ് ഓഫ് 60 വാട്ട് വർക്കിംഗ് ഫോർ 8 hours. മൂന്നാമത്തത് 1 വാട്ടർ ഹീറ്റർ റേറ്റഡ് 2 kW വർക്കിംഗ് 1 hour. നാലാമത്തത് 1 വാട്ടർ പമ്പ് 0.5 kW റേറ്റിംഗ് വർക്കിംഗ് 3 hours. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് എനർജി പെർ മന്ത് ഇഫ് 1 യൂണിറ്റ് എനർജി കോസ്റ്റ് 3.5. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറിക്കലിൽ ഗിവൺ ഡാറ്റകൾ എടുത്ത് എഴുതണം. അപ്പോൾ നമുക്കിവിടെ 4 ഡിവൈസുകളാണ് വർക്ക് ചെയ്യുന്നത്. 4 ബൾബ് 40 വാട്ടിൻ്റെത് 5 മണിക്കൂറും, ഒന്നാമത്തത് 2 ഫാന് 60 വാട്ടിൻ്റെത് 8 മണിക്കൂറും, ഒരു വാട്ടർ ഹീറ്റർ 2 കിലോ വാട്ടിൻ്റെതാണ്, അത്
1 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു വാട്ടർ പമ്പ് 0.5 കിലോവാട്ടിൻ്റെ ആണ്, അത് 3 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ഗിവൻ ഡാറ്റയിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു യൂണിറ്റ് എനർജിയുടെ കോസ്റ്റ് 3.5 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എനർജി, ഒരു മാസത്തെ എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മാസത്തെ എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ പവർ കണ്ടുപിടിക്കണം. അതിനെ എന്ത് ചെയ്യണം? എനർജി ആക്കി മാറ്റണം. അതിന് കഴിഞ്ഞ് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം നമ്മളിവിടെ ഒരു മന്ത് എന്ന് പറയുമ്പോൾ 30 ഡേയ്സ് ആവാം, 31 ഡേയ്സ് ആവാം. അപ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് 30 ഡേയ്സാണ്. ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഡേയ്സ് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ നവംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ്, അങ്ങനെ ഓരോ മന്ത് തരും. അപ്പോൾ ഓരോ മാസത്തിനും എത്ര ദിവസമുണ്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കൊടുക്കേണ്ടതാണ്. ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത് 30 ദിവസമാണെന്നാണ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റിൻ്റെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നോക്കാം. അപ്പോൾ ടോട്ടൽ എനർജി കൺസ്യൂംഡ് ഇൻ എ ഡേ, ഒരു ദിവസം എത്രമാത്രം എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോ ഡിവൈസും ഒരു ദിവസം എത്ര കൺസ്യൂം ചെയ്യുന്നു അത് സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു ദിവസം ടോട്ടൽ എനർജി കൺസ്യൂം ചെയ്യുന്നത് കിട്ടും അല്ലേ? അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ 4 ബൾബിൻ്റെ കാര്യമാണ് എടുക്കുന്നത്. 4 ബൾബാണുള്ളത്, 40 വാട്ടാണുള്ളത്, 5 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4 ബൾബ് 40 വാട്ടിൻ്റെ 5 മണിക്കൂർ, അപ്പോൾ 4 × 40 × 5. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ആ 4 ബൾബ് വർക്ക് ചെയ്യുന്ന എനർജി, യൂസ് ചെയ്യുന്ന എനർജിയുടെ അളവാണ് അത്ര 800 വാട്ട് അവർ. ഓക്കെ, 800 വാട്ട് അവർ. ഇനി അടുത്തത് ഏതാണ്? 2 ഫാനാണ്. 2 ഫാൻ വർക്ക് ചെയ്യുന്ന കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. 2 ഫാനാണ്. എത്ര വാട്ട്? 60 വാട്ട്, 8 മണിക്കൂർ. അത് ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 960 വാട്ട് അവർ കിട്ടി. മൂന്നാമത്തെ എന്താണ്? ഒരു വാട്ടർ ഹീറ്ററാണ്. 2 കിലോ വാട്ട് ഉണ്ട്. അത് 1 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. ഒരു വാട്ടർ ഹീറ്റർ 2 കിലോ വാട്ടിന് ഞാൻ എന്ത് ചെയ്തു? 2000 വാട്ട് എന്ന് എഴുതി. 2 കിലോ വാട്ടിന് എനിക്ക് 2000 വാട്ട് എന്ന് എഴുതാം. ഇൻറ്റു 1 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2000 വാട്ട് അവർ കിട്ടി. ഓക്കെ. നാലാമത്തെ ഒരു ഡിവൈസാണ് ഒരു വാട്ടർ പമ്പ്. 0.5 കിലോ വാട്ടാണ്. അത് 3 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. 0.5 കിലോ വാട്ട് ഞാൻ 500 വാട്ടെന്ന് കൺവേർട്ട് ചെയ്ത് എഴുതി. ഇനി നോക്കിക്കേ, ഒരു വാട്ടർ ഹീറ്റർ അതേപോലെ തന്നെ 500 വാട്ടാണ്, 3 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, 1500 വാട്ട് അവറാണ് അവിടെ ടോട്ടൽ എനർജി കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ഡിവൈസിൻ്റെയും ടോട്ടൽ എനർജി കൺസ്യൂം ചെയ്യുന്നത് ഒരു ദിവസത്തെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിൽ ടോട്ടൽ എനർജി കൺസ്യൂം ചെയ്യുന്നത് കിട്ടുമല്ലോ. ഒരു ദിവസം ടോട്ടൽ എനർജി കൺസ്യൂം ചെയ്യുന്നത് കിട്ടുമല്ലോ. അതായത് 800 + 900 + 2000 + 1500, ഇതെല്ലാം കൂടി സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് 5260 വാട്ട് അവറാണ് ടോട്ടൽ അവിടെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 1000 വാട്ട് അവറാണ്. 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 1000 വാട്ട് അവറാണ്. 1 കിലോ വാട്ട് അവറിനാണ് നമ്മളൊരു യൂണിറ്റ് എന്ന് പറയാം. ഒരു യൂണിറ്റ് എനർജി എന്ന് പറയുന്നത് 1 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 1000 വാട്ട് അവറിനെയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ 5260 വാട്ട് അവറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കിലോ വാട്ട് അവറിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? 5260 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.26 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇതൊരു ദിവസത്തെ കാര്യമാണ്. പെർ ഡേയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ കൺസ്യൂം ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? ഒരു മന്തിലാണ്. ഞാനിവിടെ ഒരു മന്തിൽ 30 ദിവസമാണ് എന്ത് ചെയ്യുന്നത്? എടുത്തിരിക്കുന്നത്. ഒരു മന്തിൽ 30 ദിവസം എന്നുള്ള അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം 5.26 കിലോ വാട്ട് അവർ കിട്ടുന്നു എങ്കിൽ 30 ദിവസത്തിൽ 30 × 5.26 കിലോ വാട്ട് അവറാണ് എനർജി കൺസ്യൂം ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഒരു മന്തിൽ കൺസ്യൂം ചെയ്യുന്ന എനർജി 157.8 കിലോ വാട്ട് അവറാണ്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഒരു യൂണിറ്റ് എനർജി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 1000 വാട്ട് അവർ അല്ലെങ്കിൽ 1 കിലോ വാട്ട് അവറാണ്. ഇവിടെ എത്ര യൂണിറ്റ് ഉണ്ട്? 157.8 കിലോ വാട്ട് അവർ ഉണ്ട്. അപ്പോൾ അഥവാ 157.8 യൂണിറ്റ് എനർജി ഇവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. യൂണിറ്റ് എനർജി ഇവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്? ഒരു യൂണിറ്റ് എനർജിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 3.5 രൂപയാണ്. ഓക്കെ. അപ്പോൾ ഒരു മാസം ടോട്ടൽ എനർജി കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ എത്ര യൂണിറ്റ് എനർജിയാണ് യൂസ് ചെയ്യുന്നത്? 157.8 കിലോ വാട്ട് അവർ ആണ്. ഒരു യൂണിറ്റിന് 3.5 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 552.3 രൂപ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ കൺസ്യൂം ചെയ്യുന്നത് ടോട്ടൽ 157.8 യൂണിറ്റ് എനർജിയാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 3.5 × 157.8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 552.3 രൂപ എന്നുള്ള നിരക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പൊതുവെ ചോദിച്ച് കണ്ടുവരാറുണ്ട്, എന്ന് ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ ഇതിൽ ചോദിക്കാനുള്ള സാധ്യതകൾ വേറൊരു ക്വസ്റ്റ്യൻ, ഇവിടെ ഡിസ്കസ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നു. ഒരു സീരീസ് റെസിസ്റ്ററുകൾ ഇങ്ങനെ തന്നിട്ടുണ്ടാകും. ഓക്കെ. ഇവിടെ ഒരു 5 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 ഓം ആണ് വിചാരിക്കുക. ഇതൊരു 6 ഓം ആണ്. ഇത് 3, ഇത് 3. അപ്പോൾ ഈ 3 ഓമിലൂടെ പോകുന്ന, ഈ 3 ഓം റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും സീരീസ് ആണല്ലോ. അപ്പോൾ ഇവിടെ 6 കിട്ടി, ടോട്ടൽ 6 കിട്ടി. ഇതും 6 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി പാരലലി വരുമ്പോൾ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഈ 3യും ഈ 3യും കൂടെ സമയം 6 കിട്ടും. അപ്പോൾ ഇവിടെ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 5/6 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു
ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കൊണ്ടുവരാറുണ്ട്, അതൊന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ, റെസിസ്റ്റർ സീരീസ് പാരലൽ റെസിസ്റ്റർ കോമ്പിനേഷനൊക്കെ ചോദിക്കാറുണ്ട്, അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. ഇനി 7 മാർക്കിൻ്റെ വേറൊരു ക്വസ്റ്റ്യനാണ് രണ്ടാമത്തെ മൊഡ്യൂളിലെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ DC മോട്ടർ 3 പോയിൻറ്റ് സ്റ്റാർട്ടർ. DC മോട്ടറിൻ്റെ 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരക്കണം, അതിൻ്റെ എക്സ്പ്ലനേഷനും വേണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫിഗർ നോക്കാം. ഇതാണ് 3 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ DC സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, DC സപ്ലൈ കൊടുക്കുന്നത് ഇവിടെയാണ് നമ്മുടെ DC മോട്ടറിൻ്റെ ആർമേച്ചർ കണക്ഷൻ വരുന്നത്. ഇവിടെയാണ് ഫീൽഡ് കണക്ഷൻ വരുന്നത്. ഇത് ലൈൻ സപ്ലൈ കൊടുക്കുന്ന പോയിൻറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ DC സപ്ലൈ നേരെ എന്ത് ചെയ്തു, ലൈനിലേക്ക് കൊടുത്തു, പോസിറ്റീവ് ലൈനിൽ കൊടുത്തു. ആ ലൈനിൽ നേരെ ഓവർലോഡ് റിലീസ് കോയിലേക്ക് വന്നു. അവിടെ നിന്ന് നേരെ എന്ത് ചെയ്തു, സ്പ്രിംഗ് വഴി സ്പിൻഡിൽ വഴി അഥവാ സ്റ്റാർട്ടിങ് ഹാൻഡിൽ വഴി എന്ത് ചെയ്തു, നേരെ ഈ ഒരു പോയിന്റിലെത്തി. ഓക്കെ, ഇതിനാണ് സ്റ്റാർട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് റെസിസ്റ്ററുകളാണ് ഈ കാണുന്നത്. ഇവിടെ എത്തുമ്പോൾ എല്ലാ റെസിസ്റ്ററുകളും കട്ടായി നോർമൽ റണ്ണിങ്ങിലേക്ക് എത്തും. ഈ ഭാഗമാണ് നോ വോൾട്ട് കോയിൽ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം ആർമേച്ചറിൽ നിന്നും വരുന്ന പോയിന്റ് നേരെ നെഗറ്റീവിലേക്ക് വരുന്നു. അതേപോലെ തന്നെ ഫീൽഡിൽ നിന്ന് വരുന്ന പോയിന്റ് നേരെ നെഗറ്റീവിലേക്ക് എത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഈ ഫിഗർ ഒന്ന് പഠിച്ചു വെക്കുക. ഫിഗർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കും ചോദിക്കും, 7 മാർക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ലൈനിലൂടെ എന്ത് ചെയ്തു, കറണ്ട് പാസ് ചെയ്തു, ഓവർലോഡ് റിലീസ് കോയിലൂടെ വന്നു. ആ സമയത്ത് ഈ സ്റ്റാർട്ടർ ഹാൻഡിലാണ് നമ്മുടെ ഈ ഒരു കറണ്ട് എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഫ് പൊസിഷനിൽ നിന്ന് 1ാമത്തെ പോയിന്റിലേക്ക് എത്തിക്കുന്നു. 1ാമത്തെ പോയിന്റിൽ എത്തുമ്പോൾ എന്താണ്, കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ കറണ്ട് കുറയുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് കറണ്ട് എന്ത് ചെയ്യും, കുറഞ്ഞ് നമ്മൾ ആർമേച്ചറിലേക്ക് എത്തും. ഓക്കെ, അതേസമയം ഫീൽഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം കറണ്ട് എത്തുന്നുമുണ്ട്. ഓക്കെ, ഇനി ഓഫ് പൊസിഷൻ 1ാമത്തെ പൊസിഷനിലേക്ക് ഇത്രയും നേരം അതിനെ എന്ത് ചെയ്തു, 2ാമത്തെ പൊസിഷനിലേക്ക് എത്തി, 3ാമത്തെ പൊസിഷനിലെത്തി, 4ാമത്തെ പൊസിഷനിൽ, 5ാമത്തെ 6ാമത്തെ പൊസിഷനിലെത്തുമ്പോൾ എന്ത് ചെയ്യും, നോർമൽ റണ്ണിങ്ങിലെത്തും. അതായത് സ്റ്റാർട്ടിങ്ങിൽ എന്താണ്, സ്റ്റാർട്ടിങ് ആർമേച്ചർ കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് കറണ്ടിൽ നിന്ന് മോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ സീരീസ് കണക്ട് ചെയ്ത റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഗ്രാജുവലി എന്ത് ചെയ്യും, റെസിസ്റ്റർ കട്ട് ചെയ്ത് 0 റെസിസ്റ്ററിലെത്തുമ്പോഴാണ് നോർമൽ റണ്ണിങ്ങിലെത്തുന്നത്. ഇനി ഇൻ കേസ് ഇവിടെ എന്താണ്, ഇൻ കേസ് ഈ ഫീൽഡിൽ എന്തെങ്കിലും ബ്രേക്ക് വന്നാൽ, നമുക്കറിയാം DC മോട്ടറിൻ്റെ പ്രത്യേകതയാണ് ഫീൽഡ് ഫ്ലക്സ് 0 ആയി കഴിഞ്ഞാൽ മോട്ടർ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും, മോട്ടർ ഡാമേജ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോയിൽ ഉണ്ടാക്കുന്നത്. അഥവാ ഇതിന് നമ്മളിങ്ങനെ നോർമലി ഇങ്ങനെ നീക്കി ഇവിടെ എത്തുമ്പോൾ ഈ സോഫ്റ്റ് അയൺ കാരണം ഇവിടെ എന്ത് ചെയ്യും, മാഗ്നറ്റൈസ് ചെയ്തിട്ടുണ്ടാവും. ഈ മാഗ്നറ്റൈസ് ചെയ്തതും ഈ സോഫ്റ്റ് അയണും തമ്മിൽ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്ത് ഇവിടെ പിടിച്ചു നിർത്തും. ഇൻ കേസ് ഫീൽഡിൽ എന്തെങ്കിലും ബ്രേക്കിംഗ് വന്നാൽ, ഫീൽഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എനർജീസ് ചെയ്ത കോയിൽ എന്ത് ചെയ്യും, ഡീമാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ നോർമലി എന്ത് ചെയ്യും, ഈ ആൻറ്റിൽ നേരെ റിട്ടേൺ ബാക്കിലേക്ക് പോകും. ഈ സ്പ്രിംഗ് കൺട്രോളിങ് കാരണം ഈ ആൻറ്റിൽ എന്ത് ചെയ്യും, നേരെ റിട്ടേൺ ബാക്ക് ടു 0 പൊസിഷനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ മോട്ടർ ഓട്ടോമാറ്റിക്കലി എന്താവും, ഓഫായി മാറും. ഓക്കെ, അതിനാണ് ഈ ഒരു നോ വോൾട്ട് കോയിൽ യൂസ് ചെയ്യുന്നത്. അതൊന്ന് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് വരുന്നതാണ് ഓവർലോഡ് റിലീസ് കോയിൽ. അഥവാ നമ്മൾ കൊടുക്കുന്ന കറണ്ട് ഹൈ കറൻറ്റോ നമ്മൾ നോർമലി ലിമിറ്റഡ് വാല്യൂവിനേക്കാൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്, ഓവർ വോൾട്ടേജ് വരുന്ന ഓവർലോഡ് കറണ്ടൊക്കെ വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ഈ ഓവർലോഡ് റിലീസ് കോയിൽ എന്ത് ചെയ്യും, മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ ഈ ട്രയാങ്കുലർ അയൺ പീസ് എന്ത് ചെയ്യും, അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നോർമലി വീണ്ടും ഈ പറഞ്ഞ പോലെ ഇവിടേക്ക് കറണ്ട് വരില്ല, ഈ കോയിൽ എന്ത് ചെയ്യില്ല, എനർജൈസ് ചെയ്യില്ല. കാരണം ഇവിടെ ഷോർട്ട് ആകുമ്പോൾ നേരെ എന്ത് ചെയ്യും, ഇതിൽ കൂടെ നേരെ തിരിച്ച് ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ ലിവർ വീണ്ടും ഓഫ് പൊസിഷനിലേക്ക് വരും. ഇതിൻ്റെ ഫിഗർ ഒന്ന് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിനായിട്ട് വർക്കിംഗ് വരുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ പറയാം എന്തിനാണ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് നോക്കുക. സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് നോർമലി സ്റ്റാർട്ടിങ് കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാനാണെന്ന് ഓർത്ത് വെക്കുക. സ്റ്റാർട്ടിങ് കറണ്ട് റെഡ്യൂസ് ചെയ്യാനാണ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അഥവാ നമ്മുടെ മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഈ കറണ്ടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ എന്തായി പോകും, നമ്മുടെ വൈൻഡിങ് ഒക്കെ ഡാമേജ് ആയി പോകും. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. 3 പോയിൻറ്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് നമ്മുടെ DC ഷണ്ട് മോട്ടറിലാണ്. 3 പോയിൻറ്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുക. 2 പോയിൻറ്റ് സ്റ്റാർട്ടർ ആണെങ്കിൽ അത് DC സീരീസ് മോട്ടറിലാണെന്ന് കൂടെ ഓർത്ത് വെക്കുക. ഇനി ഓരോ പോയിന്റുകൾ നോക്കാം. 3 പോയിൻറ്റ് സ്റ്റാർട്ടർ ഈസ് എ ഡിവൈസ് ഹൂസ് മെയിൻ ഫംഗ്ഷൻ ഈസ് സ്റ്റാർട്ടിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ സ്പീഡ് ഓഫ് ദി DC മോട്ടർ. ഓക്കെ, സ്റ്റാർട്ടിങ്ങിനും സ്പീഡ് കൺട്രോൾ ചെയ്യാനാണ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. ദ 3 പോയിൻറ്റ് സ്റ്റാർട്ടർ കണക്റ്റിംഗ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് സർക്യൂട്ട് വിച്ച് റെഡ്യൂസ് ദ ഹൈ സ്റ്റാർട്ടിംഗ് കറന്റ് ആൻഡ് ദ പ്രൊട്ടക്ട് ദ മെഷീൻ ഫ്രം ഡാമേജ്. ഓക്കെ, സീരീസ് ആയിട്ടുള്ള റെസിസ്റ്ററുകളുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് കാരണം എന്ത് ചെയ്യും, ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ടിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ മെഷീൻ ഡാമേജ് ആവുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. മെയിൻലി ദർ ആർ 3 മെയിൻ പോയിൻറ്റ്സ് അല്ലേ, 3 മെയിൻ പോയിന്റുകളുണ്ട്. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു, L, F, A അല്ലേ, ലൈന്, ഫീൽഡ്, അതേപോലെ
ആർമേച്ചർ 3 പോയിന്റുകളാണുള്ളത്. ഒന്നാമത് പറയുന്നത് ഏതാ? എൽ ഈസ് നോൺ ആസ് ലൈൻ ടെർമിനൽ വിച്ച് കണക്ട് ടു ദ പോസിറ്റീവ് സപ്ലൈ. രണ്ടാമത്തത് എ ഈസ് നോൺ ആസ് ആർമേച്ചർ ടെർമിനൽ ആൻഡ് ഈസ് കണക്റ്റഡ് ടു ദി ആർമേച്ചർ വൈൻഡിങ്. മൂന്നാമത്തത് എഫ് ഈസ് നോൺ ആസ് ഫീൽഡ് ടെർമിനൽ ആൻഡ് ഈസ് കണക്റ്റഡ് ടു ദി ഫീൽഡ് ടെർമിനൽ. ഓക്കെ, ഇത്രയാണ് മെയിൻ പോയിന്റുകളായിട്ടുള്ള 3 ടെർമിനലുകൾ. ഓക്കെ, അടുത്തത് ഇനീഷ്യലി ദ ഡി സി സപ്ലൈ ഈസ് സ്വിച്ച്ഡ് ഓൺ ദി ആൻഡിൽ ഇൻ ദി ഓഫ് പൊസിഷൻ അല്ലേ. ഡി സി സപ്ലൈ ഓൺ ആക്കുന്ന സമയത്ത് ആൻഡിൽ എന്തായിരുന്നു? ഓഫ് പൊസിഷനിലായിരുന്നു. ദ ആൻഡിൽ ഈസ് നൗ മൂവ് ടു ഫസ്റ്റ് സ്റ്റഡ് അല്ലേ. ഫസ്റ്റ് നമ്മൾ 1 പൊസിഷനിലേക്ക് മാറ്റി ആദ്യത്തെ റെസിസ്റ്ററിലേക്ക് എത്തി. വെൻ ദ കംസ് ഇൻ ടു കോൺടാക്ട് വിത്ത് ഫസ്റ്റ് സ്റ്റഡ് ഓൾ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റർ ഈസ് ഇൻസേർട്ടഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ വൈൻഡിങ് ആൻഡ് ഷണ്ട് ഫീൽഡ് ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു അക്രോസ് സപ്ലൈ അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഫസ്റ്റ് സ്റ്റഡിലേക്ക് എത്തുന്ന സമയത്ത് 1 പൊസിഷനിലെത്തുമ്പോൾ എന്താണ്? എല്ലാ റെസിസ്റ്ററുകളും ആർമേച്ചറുമായിട്ട് സീരീസ് കണക്റ്റഡ് ആണ്. ഫീൽഡുമായിട്ട് എന്താണ്? ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദി ഫീൽഡാണ്. അതാണ് ആ പോയിന്റ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് നോക്കിക്കേ. ആസ് ദ ആൻഡിൽ ഈസ് ഗ്രാജുവലി മൂവ്ഡ് ഓവർ ദ ഫൈനൽ സ്റ്റേറ്റ് ദ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് ഈസ് കട്ട് ഔട്ട് ഫ്രം ദി ആർമേച്ചർ സർക്യൂട്ട് ഇൻ സ്റ്റെപ്സ് അല്ലേ. 0 നിന്ന് 1 2 3 6 വരെ എത്തുന്നത് എന്തെയും ഫുൾ റെസിസ്റ്റർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ആഫ്റ്റർ റീച്ചിങ് ദ ഫൈനൽ സ്റ്റേറ്റ് ദ ആൻഡിൽ ഈസ് ഹെൽഡ് മാഗ്നറ്റിക്കലി NVC വിച്ച് എനർജൈസ്ഡ് ബൈ ദ ഷണ്ട് ഫീൽഡ് കറണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു നോ വോൾട്ട് കോയിൽ ഉണ്ട് അവിടെ. നോ വോൾട്ട് കോയിൽ മാഗ്നറ്റിക്കലി എനർജൈസ് ചെയ്യും. അത് കാരണം നമ്മൾ ആൻറ്റി ലിവറുടെ സോഫ്റ്റ് അയണുമായിട്ട് അട്രാക്ട് ചെയ്തവിടെ എന്ത് ചെയ്യും? അവിടെ അട്രാക്ട് ചെയ്ത് നിൽക്കും. ആ ഒരു ലിവർ അവിടെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്ത് നിൽക്കും. ഇഫ് ദ സപ്ലൈ വോൾട്ടേജ് ഈസ് ഇൻറ്ററപ്റ്റഡ് ഓർ ഇഫ് ആൻ ഓപ്പൺ സർക്യൂട്ട് ഓക്കേർഡ് ഇൻ ദ ഫീൽഡ് സർക്യൂട്ട് അല്ലേ. സപ്ലൈ ഇല്ലാതാവുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഫീൽഡ് സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നു? ഓപ്പൺ സർക്യൂട്ട് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നോ വോൾട്ട് കോയിൽ ഈസ് ഡി എനർജൈസ്ഡ് ആൻഡ് ദ ആൻഡിൽ ഗോസ് ബാക്ക് ടു ഓഫ് പൊസിഷൻ അല്ലേ. ആൻഡിൽ എന്ത് ചെയ്യും? 0 പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും. അണ്ടർ ദ പുൾ ഓഫ് ദ കൺട്രോൾ സ്പ്രിംഗ് അല്ലേ. അവിടെ ഒരു കൺട്രോൾ സ്പ്രിംഗ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് 0 പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. ഇഫ് ദ NVC നോ വോൾട്ട് കോയിൽ വേർ നോട്ട് യൂസ്ഡ് ദെൻ കേസ് ഓഫ് ഫെയിലിയർ സപ്ലൈ ദ ആൻഡിൽ വുഡ് റിമൈൻ ഇൻ ദി കോൺടാക്ട് ഫൈനൽ സ്റ്റേറ്റ് അല്ലേ. അവിടെ നമ്മൾ NVC കോയിൽ അഥവാ നോ വോൾട്ട് കോയിൽ അവിടെ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ഹാൻഡിൽ ഫൈനൽ പൊസിഷൻ തന്നെ നിൽക്കും. അത് കാരണം നമ്മളെ മോട്ടർ എന്തായി പോകും? ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. When the supply is restored, the motor will be directly connected across the full supply voltage, resulting in SSC armature current and damage the motor. ഓക്കെ, അവിടെ തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് അവിടെ തന്നെ ഫൈലർ വന്ന് കഴിഞ്ഞിട്ടും അവിടെ തന്നെ ആൻഡിൽ ഫൈനൽ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഐ കറണ്ട് വന്ന് നമ്മുടെ മോട്ടർ ഡാമേജ് ആയി പോകും. അവസാനത്തെ പോയിന്റ്, ഇഫ് ദ മോട്ടർ ഈസ് ഓവർലോഡഡ് ഓർ ഇഫ് ദ ഷോർട്ട് സർക്യൂട്ട് ഒക്കേർഡ് ഇറ്റ് വിൽ ഡ്രോ ദ ലാർജ് കറണ്ട് ഫ്രം ദി സപ്ലൈ അല്ലേ. ഓവർലോഡ് ആവുകയോ ഷോർട്ട് സർക്യൂട്ട് ആവുകയോ ചെയ്യുമ്പോൾ സർക്യൂട്ട് എന്ത് ചെയ്യും? ഐ കറണ്ട് അതിലൂടെ പാസ് ചെയ്യും. ദിസ് എക്സസീവ് കറണ്ട് വിൽ ഇൻക്രീസ് ദ MMF ഓഫ് ദി ഓവർലോഡ് റിലീസ് കോയിൽ. OLC എന്ന് പറയുന്നത് ഓവർലോഡ് റിലീസ് കോയിലിൻ്റെ MMF എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത് കാരണം എന്ത് ചെയ്യും? ആ പ്ലഞ്ചർ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ ലിവർ എന്ത് ചെയ്യും? അപ്വേർഡ് പുൾ ചെയ്യും. വിച്ച് ഷോർട്ട് സർക്യൂട്ട് ദ NVC അല്ലെ. നോ വോൾട്ട് കോയിൽ എന്ത് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഹെൻസ് ദ NVC ഈസ് ഡി എനർജൈസ്ഡ് ആൻഡ് ദ ഹാൻഡിൽ ഈസ് പുൾ ഓഫ് ദി ഓഫ് പൊസിഷൻ. നമ്മൾ മുന്നേ പറഞ്ഞതാണ്, അവിടെ ഫിഗറിൽ നോക്കി പറഞ്ഞിരുന്നു. ആ എനർജൈസ് കോയിൽ എന്ത് ചെയ്യും? ഓവർലോഡ് റിലീസ് കോയിൽ ഈ ലിവറിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യുമ്പോൾ NVC കോയിൽ എന്ത് ചെയ്യും? ഡി എനർജൈസ് ചെയ്യും, ഡി മാഗ്നറ്റൈസ് ചെയ്യും. അത് കാരണം എന്ത് ചെയ്യും? ഹാൻഡിൽ 0 പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും. ദെർഫോർ ദ മോട്ടർ ഈസ് ഓട്ടോമാറ്റിക്കലി ഐസൊലേറ്റഡ് ഫ്രം ദി സപ്ലൈ അല്ലേ. അത് കാരണം മോട്ടർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തേണ്ടത്. പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് DOL സ്റ്റാർട്ടറുകൾ ചോദിക്കാറുണ്ട്. DOL അതേപോലെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. ഓക്കെ, അതൊന്ന് നോക്കി വെക്കാം. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ തന്നെ 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ലിസ്റ്റ് ഔട്ട് വേരിയസ് മെത്തേഡ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആൻഡ് എക്സ്പ്ലെയിൻ എനി വൺ മെത്തേഡ്. ഓക്കെ, അതായത് നമുക്കറിയാം സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതേപോലെ ഏതെങ്കിലും ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെ തന്നെ വരണമെന്നില്ല. മേ ബി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു, അതുകൊണ്ടാണ്. എന്തായാലും ക്ലാസിഫിക്കേഷൻ ചോദിക്കാം. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മെത്തേഡ് എടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഇവിടെ ഞാൻ ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് സ്റ്റാർട്ടിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് അതിനെ ഡിഫറെൻറ്റ് മെത്തേഡായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്പ്ലിറ്റ് ഫേസ് മോട്ടർ, മറ്റൊന്ന് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ, മറ്റൊന്ന് കപ്പാസിറ്റർ റൺ മോട്ടർ, പെർമനൻറ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ മോട്ടർ, അതേപോലെ ഷെയ്ഡ് പോൾ മോട്ടർ. ഇങ്ങനെ 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് പേരുകളൊന്ന് പഠിച്ചു വെക്കാം. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർമനൻറ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്ററാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗർ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് കാണാം, ഇവിടെയാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് മെയിൻലി 2 വൈൻഡിങ് ഉണ്ടാകും. ഒന്ന് ഓക്സിലറി വൈൻഡിങ്ങും മറ്റൊന്ന് മെയിൻ വൈൻഡിങ്, അല്ലെങ്കിൽ റണ്ണിങ് വൈൻഡിങ്ങും ഓക്സിലറി വൈൻഡിങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ റണ്ണിങ് വൈൻഡിങ്ങും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും, അങ്ങനെയൊക്കെ പേര് പറയാറുണ്ട്. ഇവിടെ മെയിൻ വൈൻഡിങ് ആൻഡ് ഓക്സിലറി വൈൻഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ മെയിൻ വൈൻഡിങ്ങിലേക്ക് പോകുന്ന കറണ്ടിനെ ഞാൻ IM എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്സിലറിയിലേക്ക് പോകുന്ന കറണ്ടിനാണ് IA എന്നും റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ ടോട്ടൽ വരുന്ന കറണ്ട് I ആണ്.
ഇവിടെ പെർമനൻറ്റ് കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്തു, ആക്സിലറി വൈൻഡിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങുമായിട്ട് അവർ പെർമനൻറ്റ് കപ്പാസിറ്റർ കണക്ട് ചെയ്തു. പെർമനൻറ്റ് കപ്പാസിറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചും കൂടെ യൂസ് ചെയ്യും. സെൻട്രിഫ്യൂഗൽ സ്വിച്ച് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കപ്പാസിറ്ററിനെ ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് വരിക. ഇവിടെ പെർമനൻ്റ് ആയതുകൊണ്ട് ആ സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ആവശ്യമില്ല. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ഒരു കപ്പാസിറ്റർ കൊടുക്കുന്നത്? ശരിക്ക് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണ്, ഇവിടെ നിങ്ങൾക്ക് ആ ഒരു വെക്ടർ ഡയഗ്രത്തിലൂടെ കാണാം വോൾട്ടേജ്, കറൻറ്റും അതേപോലെ ആക്സിലറി കറൻറ്റും തമ്മിലുള്ള റിസൾട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, അവിടെ ഒരു റിസൾട്ടൻ്റ് കറൻറ്റ് വരുന്നു. അപ്പോൾ രണ്ട് ഫേസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, രണ്ട് സ്പ്ലിറ്റാക്കി രണ്ട് ഫേസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ രണ്ട് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്, മെയിൻ വൈൻഡിങ്ങും ആക്സിലറി വൈൻഡിങ്ങും. മെയിൻ വൈൻഡിങ് ലീഡിങ്ങിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ റെസിസ്റ്റീവ് ആയിട്ടായിരിക്കും വരിക, ആക്സിലറി വൈൻഡിങ് കൂടുതൽ റെസിസ്റ്റീവ് ആയിട്ട് വരിക. അതേപോലെ മെയിൻ വൈൻഡിങ് കൂടുതൽ ഇൻഡക്റ്റീവ് ആയിരിക്കും. അപ്പോൾ തമ്മിൽ എന്തുണ്ടാവും, ലീഡ് ലാഗ് രണ്ട് സ്പ്ലിറ്റ് ഫേസുകളായിട്ട് കാണും. അപ്പോൾ അവിടെ എന്തുണ്ടാവും, രണ്ട് കറൻറ്റ് പാസ് ചെയ്യും. അത് കാരണം അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനൊരു സാധ്യത ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു ബേസിക് ഐഡിയ. ആ ഫിഗർ ഒന്ന് പഠിച്ചു വെക്കുക. എല്ലാ മെത്തേഡിൻ്റെയും ഫിഗറുകളൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നാവും. ഇനി നമുക്ക് പെർമനൻറ്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു പോയിന്റുകൾ നോക്കാം. ദ ലോ വാല്യൂ ഓഫ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് കോൺസ്റ്റൻ്റ്ലി വിത്ത് ദ ഓക്സിലറി വൈൻഡിങ്. അല്ലേ, ഓക്സിലറി വൈൻഡിങ്ങുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് അപ്പോൾ സ്ഥിരമായിട്ട് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. ഹിയർ ദ കപ്പാസിറ്റർ ഹാസ് ലോ കപ്പാസിറ്റൻസ്. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കണം, ലോ കപ്പാസിറ്റൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദ കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഓക്കെ, കപ്പാസിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇൻക്രീസ് ചെയ്യാനാണ്. ബട്ട് ഇറ്റ് ഈസ് ലോ കമ്പയർഡ് ടു കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടർ. കപ്പാസിറ്റർ സ്റ്റാർട്ടിനേക്കാൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവായിരിക്കും. ഓക്കെ, ദ പവർ ഫാക്ടർ ആൻഡ് എഫിഷ്യൻസി ദീസ് മോട്ടർ ആസ് വെരി ഹൈ ആൻഡ് ആൾസോ ഇറ്റ് ഹാസ് എ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ദാറ്റ് ഈസ് 80% ഓഫ് ഫുൾ ലോഡ് ടോർക്ക്. ഓക്കെ, എഫിഷ്യൻസിയും കൂടും, അതേപോലെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യും. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് 80% ഫുൾ ലോഡ് ടോർക്കിനേക്കാൾ 80% ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കി വെക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഇനിയും ഇവിടെ എന്ത് ചോദിക്കാം, നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഒന്ന് വരുന്നതാണ് നമ്മുടെ ഡി സി ക്ലാസിഫിക്കേഷൻ, ഡി സി മോട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ. അതേപോലെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്തതാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന CO3 വരുന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് ഡയറക്റ്റ് ആർക്ക് ഫർണസ്. ഡയറക്റ്റ് ആർക്ക് ഫർണസിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫിഗർ ഒന്ന് പഠിക്കണം. ഫിഗർ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ഒരു ചേമ്പർ കാണാം, ഇവിടെ ഒരു ചേമ്പർ കാണാം. ഇതാണ് ആർക്ക് ഫർണസിൻ്റെ ചേമ്പർ. അതിൽ ഈ ചേമ്പറിൽ നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഈ സൈഡിൽ നമുക്കൊരു ചാർജിങ് ഡോറ് ഇതുവഴി സ്പോട്ട് എന്ന് പറയുന്നൊരു പൊസിഷൻ ഉണ്ട്. അപ്പോൾ ചാർജിങ് ഡോറിലൂടെയാണ് നമ്മൾ എന്താണ് മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഹീറ്റ് ചെയ്യേണ്ടത്, അത് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. സ്പോട്ടിലൂടെ നമുക്ക് ആ മെറ്റീരിയൽ എന്ത് ചെയ്യാം, ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മളിവിടെ ഈ മോൾട്ടൻ സ്റ്റീലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോൾട്ടൻ സ്റ്റീലാണ് നമ്മൾ ഈ ചാർജിങ് ഡോർ വഴി ഫില്ല് ചെയ്തിട്ടുള്ളത്. ഈ എന്താണോ ചാർജ് ചെയ്യുന്നത് സ്റ്റീൽ, നമ്മൾ ഇതിലേക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ സ്ലാഗ് ഉണ്ടാകും. അതാണ് ഈ ടോപ്പിൽ കാണുന്ന ഒരു യെല്ലോയിഷ് കളറിൽ കാണുന്നത്. ഈ 3 ലെഗുകളാണ് ഇലക്ട്രോഡ്സുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ലെങ്കിലും അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ, ആർക്ക് വരാനുള്ള ചെറിയൊരു ഗ്യാപ്പിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഇവിടെ നമുക്ക് ഫിഗറിൽ നോക്കാനുള്ളത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ഡയറക്റ്റ് ഫസ്റ്റ് പറഞ്ഞു തരാം. നമ്മൾ ചാർജിങ് ഏത് മെറ്റീരിയലാണോ ഇതിൽ ഫില്ല് ചെയ്യേണ്ടത് ഇതുവഴി ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോഡ്സിലേക്ക് എന്ത് ചെയ്യുന്നു, സപ്ലൈ കൊടുക്കുന്ന സമയത്ത് കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും, ഈ ചാർജും ഒരു ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യും. ഈ ചാർജ് അഥവാ ഈ സ്റ്റീൽ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന കറണ്ട് എന്ത് ചെയ്യും, നേരെ ജമ്പ് ചെയ്ത് നേരെ നമ്മളെ ചാർജിലേക്ക് എത്തും. അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ ഇവിടെ ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്താണ്, ഇവിടെ ആർക്ക് വഴി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ വരുന്ന കറണ്ടിന് ഇതിലേക്ക് ഈ ആർക്കിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മോൾട്ടൻ സ്റ്റീലിലേക്ക് എത്താൻ ആർക്ക് വഴി എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രോഡിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ നേരെ 2-3 ഇലക്ട്രോഡിലൂടെ വന്ന് നേരെ ഈ മോൾട്ടൻ സ്റ്റീലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമ്മളെ ഈ എലമെൻറ്റ് എന്തായി പോകും, ഹീറ്റായി മാറും. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഒന്ന് പഠിച്ചു വെക്കുക. ഫിഗർ നിർബന്ധമായിട്ട് അവിടെ ആവശ്യം വരും. ആർക്ക് ഫർണസിൻ്റെ ഫിഗർ നോക്കി വെക്കുക.
നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇൻ ദിസ് ചാർജ് ആക്ട് ആസ് വൺ ഓഫ് ദി, ഇപ്പോൾ നമ്മൾ ഈ ഇതിന് ആൻസർ എഴുതുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം എഴുതി വെക്കണം. എന്തൊക്കെയാണ് ഇവിടെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെയാണ് അതിൻ്റെ പർപ്പസുകൾ എന്താണ് ആദ്യം എഴുതി വെക്കുക. അതിനുശേഷം ഇൻ ദിസ് ചാർജ് ആക്ട് ആസ് വൺ ഓഫ് ദി ഇലക്ട്രോഡ് ആൻഡ് ചാർജ് ഈസ് ഈറ്റഡ് ബൈ പ്രൊഡ്യൂസിങ് ആർക്ക് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് ആൻഡ് ചാർജ്. അല്ലേ, ഇവിടെ പറഞ്ഞു ഇലക്ട്രോഡുകളുണ്ട്, അതേപോലെ തന്നെ ഈ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് ഒരു ഇലക്ട്രോഡായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആർക്ക് കാരണമാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ആർക്ക് ഈസ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ചാർജ്. അല്ലേ, ആർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതുമായിട്ട് ചാർജുമായിട്ട്. ആൻഡ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദ ചാർജ് ഇറ്റ് സെൽഫ്. അല്ലേ, നമ്മൾ ആർക്ക് ചാർജിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് തന്നെ അവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ ചാർജ് ക്യാൻ ബി ഹീറ്റഡ് ടു ഹയസ്റ്റ് ടെമ്പറേച്ചർ. ഓക്കെ, പ്യുവറർ പ്രൊഡക്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഡ്യൂ ടു ഹൈ കോസ്റ്റ് യൂസ് റെസ്ട്രിക്റ്റഡ് ടു റിഫൈനിങ് പ്രോസസ്സ്. ഇങ്ങനെയുള്ളത് പ്രോസസ്സ് ഹൈ കോസ്റ്റാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ റിഫൈനിങ് പ്രോസസ്സുകൾക്ക് ഇത് യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇതിലുള്ള 3 പോയിന്റുകൾ മാത്രമല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടെ അതിൽ എഴുതി വെക്കണം. എങ്ങനെയാണ് ഇത് ഹീറ്റ് ആകുമെന്നുള്ള കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ഓരോ പാർട്സുകളും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ മൂന്നാമത്തെ മൊഡ്യൂളിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്, CO3 തന്നെ വരുന്ന ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഒന്നെങ്കിൽ ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ കോർലെസ് ടൈപ്പ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറയും. ഓക്കെ, ഏത് ചോദിച്ചാലും ആൻസർ ഇതിൽ നിന്ന് തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡക്ഷൻ ടൈപ്പ് ഹീറ്റിംഗ് ആണെങ്കിൽ ഏത് ടൈപ്പാണ് നോക്കുക. കോർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കോർ ടൈപ്പിൻ്റെ എഴുതുക, കോർലെസ് ആണെങ്കിൽ കോർലെസിൻ്റെ എഴുതുക. ഇവിടെ ഞാൻ രണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് നോക്കാം എന്താണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഇൻഡക്ഷൻ ഹീറ്റിംഗ് ഈസ് പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ conducting object, usually a metal, by electromagnetic induction through heat generated in an object by eddy current induction furnace are classified on core type induction furnace, second coreless induction furnace. അഥവാ ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്ന ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. എങ്ങനെ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അവിടെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എഡ്ഡി കറണ്ട് ഉണ്ടാകും. എഡ്ഡി കറണ്ട് ഉണ്ടാകുമ്പോൾ അവിടെ നിന്നുണ്ടാകും അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. 2 മെത്തേഡുകളുണ്ട്. ഒന്ന് കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണസ് ഉണ്ട്, മറ്റൊന്ന് കോർലെസ് ഇൻഡക്ഷൻ ഫർണസ് ഉണ്ട്. ഓക്കെ, ഈ കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണസ് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫിഗർ ഒന്ന് നോക്കണം. ഈ കാണുന്നതാണ്, ഈ സ്ക്വയറിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൽ കാണുന്നതാണ് ഇത് കോർ, ട്രാൻസ്ഫോമറിൻ്റെ കോർ എന്ന് പറയും. ഈ വൈൻഡിങ് ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്, AC സപ്ലൈ കൊടുക്കുന്നത്, ഇതിന് നമ്മൾ പ്രൈമറി വൈൻഡിങ് എന്ന് പറയും. സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ ഈ ചാർജാണ്. എന്തിനാണോ ഹീറ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലേറ്റ് ഓഫ് ചാമ്പറിൽ നമ്മൾ എന്ത് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കും. അത് സെക്കൻഡറി ചാർജായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഇവിടെ നമ്മൾ ഈ ഫിഗർ കോർ ടൈപ്പിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കിംഗ് പറയുന്ന സമയത്ത് AC സപ്ലൈ കൊടുക്കുന്നു. ഈ AC സപ്ലൈ നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടാകും, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. കോറിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്ത് എന്ത് ചെയ്യും, മാഗ്നറ്റിക് പാസ് ചെയ്ത് നമ്മൾ സെക്കൻഡറിയിലെത്തും. സെക്കൻഡറിയിൽ എന്തുണ്ടാകും, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അവിടെ എഡ്ഡി കറണ്ട് ഉണ്ടാകും. എഡ്ഡി കറണ്ട് കാരണം അവിടെ നിന്നുണ്ടാകും ഈ ചാർജ് ഹീറ്റാവും. അങ്ങനെയാണ് ഇവിടെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് ഓരോ പോയിന്റുകൾ നോക്കാം. ഇറ്റ് ഈസ് എസെൻഷ്യലി എ ട്രാൻസ്ഫോമർ വിച്ച് ആസ് കോർ, പ്രൈമറി വൈൻഡിങ്, ചാർജ് ആക്ട് എ ഷോർട്ട് സർക്യൂട്ട്, സിംഗിൾ ടേൺ. ഓക്കെ, ഇവിടെ മെയിനായിട്ട് വേണ്ടത് കോർ വേണം, അതേപോലെ തന്നെ പ്രൈമറി വൈൻഡിങ് വേണം, അതേപോലെ ചാർജ് എന്ത് ചെയ്യും, സെക്കൻഡറിയിൽ ഒരു സിംഗിൾ ടേൺ ആയിട്ട് ആക്ട് ചെയ്യും. ചാർജ് ഈസ് കെപ്റ്റ് ഇൻ ഇൻസുലേറ്റഡ് ക്രൂസിബിൾ. ദ ചാർജ് ഈസ് മാഗ്നറ്റിക്കലി കപ്പിൾഡ് ടു ദ പ്രൈമറി ബൈ ആൻ അയോൺ കോർ. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഒരു അയോൺ കോർ ഉണ്ട്. അതിലെന്തിട്ടുണ്ട്, നമ്മൾ ഇൻസുലേറ്റഡ് ക്രൂസിബിളായിട്ടാണ് അവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. അതിനുള്ളിലാണ് ചാർജ് ഫിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചാർജ് ഫില്ല് ചെയ്യുന്നത്. വെൻ AC സപ്ലൈ ഈസ് കണക്റ്റഡ് ടു പ്രൈമറി വൈൻഡിങ്, AC സപ്ലൈ പ്രൈമറിയിൽ കൊടുക്കുന്ന സമയത്ത് എഡ്ഡി കറണ്ട് ഈസ് ഇൻഡ്യൂസ് ഇൻ ദി ചാർജ്. ഈ ചാർജിൽ എന്ത് ചെയ്യും, എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അപ്പോൾ എന്തുണ്ടാവും, ഈ ചാർജ് ഹീറ്റാവും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പറയുന്നത്. ഓക്കെ, ഫിഗർ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതിൻ്റെ വർക്കിംഗ് നിങ്ങളുടെ ടൈമിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് കോർലെസ് ഇൻഡക്ഷൻ ഫർണസ്. കോർലെസ് ഇൻഡക്ഷൻ ഫർണസ്. കോർലെസ് ഇൻഡക്ഷൻ ഫർണസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫിഗറിൻ്റെ കാര്യത്തിൽ നോക്കിക്കേ, കോർലെസ് ആണ്. അവിടെ നിന്ന് കോർ ഇവിടെ കോർലെസ് ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവില്ല, കോർ പ്രസൻറ്റ് ആയിരിക്കില്ല. ആബ്സെൻസ് ഓഫ് കോർ ആണ് എന്ത് കോർലെസ് ഇൻഡക്ഷൻ ഫർണസിൻ്റെ പ്രത്യേകത. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ഈ കാണുന്നത് ഫർണസ് ബോഡിയാണ്. ഈ ഔട്ടറിൽ കാണുന്നത് ഫർണസ് ബോഡിയാണ്. അതേപോലെ ഇവിടെ എന്തുണ്ട്, ക്രൂസിബിൾ ചേമ്പറായിട്ട് ഇൻസൈറ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ചേമ്പർ ഉണ്ട്. ഇതെന്താണ്, പ്രൈമറി വൈൻഡിങ് ആണ്. ഈ റൗണ്ടിൽ കാണുന്നതെല്ലാം പ്രൈമറി വൈൻഡിങ് ആണ്. അതേപോലെ തന്നെ എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് ഈ കാണുന്ന റൗണ്ടിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് മോൾട്ടൺ മെറ്റൽ അല്ലെങ്കിൽ ചാർജാണ് ഈ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ കാണുന്ന ലൈനഡ് ആയിട്ടുള്ളത് ചാർജാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ എന്തുള്ളത്, നമ്മുടെ മെയിനായിട്ട് അവിടെ കാണുന്നത്.
ഓക്കെ, ഈ പ്രൈമറിയിലൂടെ കോയിൽ പ്രൈമറി വൈൻഡിങ്ങിലൂടെ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്നുണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ ഫ്ലക്സാണ് ഈ കാണിക്കുന്നത്. രണ്ട് സൈഡിൽ നിന്നുണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ചാർജിൽ നിന്നുണ്ടാവും എഡ്ഡി കറണ്ട് ഉണ്ടാവും. എഡ്ഡി കറണ്ട് ഉണ്ടാകുമ്പോൾ അവിടെ ഈ ചാർജ് എന്തായി പോകും, ഹിറ്റായി പോകും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, ഫിഗർ ഒന്ന് വരച്ച് പഠിക്കുക. ഈ കോർലെസ് ടൈപ്പിൻ്റെ വർക്കിംഗ് പറയുന്ന സമയത്ത് the furnace consists of a ceramic crucible cylindrical in shape enclosed with a coil which forms the primary of a transformer. അല്ലേ, ഒരു ഫർണസിന് സെറാമിക് ക്രൂസിബിൾ സിലിണ്ടർ ആണുള്ളത്. അതിലെന്തുണ്ട്, ചുറ്റും പ്രൈമറി വൈൻഡിങ് ഉണ്ട്. ദ ഫർണസ് ആൾസോ മേ ഹാവ് കണ്ടക്റ്റിംഗ് ഓർ നോൺ കണ്ടക്റ്റിംഗ് കണ്ടെയ്നർ. അല്ലേ, ഫർണസ് എന്താവാം, കണ്ടക്റ്റിംഗ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നോൺ കണ്ടക്റ്റിംഗ് കണ്ടെയ്നർ ആവാം. ഇഫ് ദ കണ്ടെയ്നർ ഈസ് മെയ്ഡ് ഓഫ് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ, ഇപ്പോൾ കണ്ടെയ്നർ എന്താണ്, കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ it forms the secondary circuit and the charge can either conducting or non-conducting property. ഓക്കെ, ഈ കാണുന്ന ചേമ്പർ ഞാൻ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ അഥവാ മെറ്റലായിട്ടുള്ളൊരു സാധനമാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഫില്ല് ചെയ്യുന്ന ചാർജിന് എന്ത് ചെയ്യാം, കണ്ടക്റ്റീവ് ആവാം, നോൺ കണ്ടക്റ്റീവ് ആവുന്നതിനും കുഴപ്പമില്ല. ഇനി ഈ കണ്ടെയ്നർ, ഇഫ് ദ കണ്ടെയ്നർ ഈസ് മെയ്ഡ് ഓഫ് നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഓർ സെറാമിക് മെറ്റീരിയൽ ദ ചാർജ് മസ്റ്റ് ബി നെസസിറ്റി ഓഫ് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈ കണ്ടെയ്നറിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ടുള്ളത് നോൺ കണ്ടക്റ്റിംഗ് ആണ്. അഥവാ അവിടെ കറണ്ട് പാസ് ചെയ്യാത്തൊരു വസ്തുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ എടുക്കുന്ന ചാർജ് എന്തായാലും എന്തായിരിക്കണം, മെറ്റൽ മെറ്റീരിയൽ ആയിരിക്കണം, അല്ലെങ്കിൽ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അവസാനത്തെ പോയിന്റ്, വെൻ എ ഹൈ ഫ്രീക്വൻസി സപ്ലൈ ഈസ് ഗിവൻ ടു പ്രൈമറി വൈൻഡിങ് set up eddy current in the charge or container by transformer action, the current is the charge to melting point. ഓക്കെ, അഥവാ നമ്മൾ ഹൈ ഫ്രീക്വൻസി സപ്ലൈ പ്രൈമറിയിൽ കൊടുക്കുന്ന സമയത്ത് ഈ ചാർജിലൊന്നുണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടെയ്നറിലൊന്നുണ്ടാവും എഡ്ഡി കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം അവിടെ നിന്നുണ്ടാവും ഹീറ്റ്, അല്ലെങ്കിൽ ആ ചാർജ് എന്തായി പോകും, മെൽറ്റായി പോകും. ഏത് ആക്ഷൻ വഴിയാണ് അവിടെ ഹീറ്റ് ആവുന്നത്, ട്രാൻസ്ഫോമർ ആക്ഷൻ വഴിയാണ് അവിടെ എഡ്ഡി കറൻറ്റ് എത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു പക്ഷേ ഇങ്ങനെ എല്ലാം കൂടി ചോദിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കും, നിങ്ങൾ കോർ ടൈപ്പ് ആയിരിക്കും അല്ലെങ്കിൽ കോർലെസ് ആയിരിക്കും. ഓക്കെ, രണ്ടാണെങ്കിലും ഫസ്റ്റത്തെ കാര്യങ്ങൾ എഴുതി വെക്കുക, അതിനുശേഷം സെപ്പറേറ്റുള്ള കാര്യങ്ങളും എഴുതി വെക്കുക. ഇനി CO4 വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. CO4 ഒരു ഇലക്ട്രോണിക്സ് ഏരിയ ആണ്, മെയിൻലി ഇലക്ട്രോണിക്സ് ഏരിയ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനാണ് CO4. അപ്പോൾ CO4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 3 മോഡ് ഓഫ് SCR, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SCR എന്ന് ചോദിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SCRൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാന്നുണ്ടെങ്കിൽ 3 മോഡ് ഓഫ് SCRൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫാണ്. അപ്പോൾ ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഡിസ്കസ് ചെയ്യാം. എക്സ് ആക്സിൽ കാണുന്നത് ആനോഡ് വോൾട്ടേജ് ആണ്, അതേപോലെ വൈ ആക്സിൽ കാണുന്നത് കറൻ്റാണ്, അതേപോലെ തന്നെ നെഗറ്റീവ് ആനോഡ് വോൾട്ടേജ്, നെഗറ്റീവ് ആനോഡ് കറൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആക്സിസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇതിന് മെയിൻലി 3 മോഡുകളാണുള്ളത് SCRന്. ഒന്ന് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്, മറ്റൊന്ന് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, മറ്റൊന്ന് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. ഓക്കെ, ഇത്രയും മോഡുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാണാം, ഒരു SCR എന്ന് പറയുമ്പോൾ നമുക്ക് SCR കണ്ട് പരിചയം ഉണ്ടാവും വിചാരിക്കുന്നു. SCR ഇതാണ് എന്ത്, SCR ഇവിടെ ആനോഡ്, ഇവിടെ കാഥോഡ്, ഇവിടെ ഗേറ്റ്. ഓക്കെ, അപ്പോൾ SCRന് നമുക്ക് ഫിഗർ വരയ്ക്കുന്ന സമയത്ത് 4 ലെയറുകൾ ഉണ്ടാകും. 4 ലെയർ P N P N. ഓക്കെ, ഇത് ആനോഡാണെങ്കിൽ ഇത് കാഥോഡായിരിക്കും. ഇവിടെ എന്താണ്, ഇവിടെ ഗേറ്റ്. ഓക്കെ, ഇത്രയാണ് SCRൻ്റെ ഫിഗർ വരുന്നത്. ഇപ്പോൾ SCRന് 4 ലെയറും 3 ജംഗ്ഷനാണുള്ളത്. ജംഗ്ഷൻ 1, 2, 3 ജംഗ്ഷൻ. ഓക്കെ, ഇവിടെ ഇനി പറയാൻ പോകുന്നത്, ഫസ്റ്റ് ഞാൻ പറയുന്നത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡാണ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ എന്തായിരിക്കും, ഈ 0 മുതൽ ഈ VBO എന്ന് പറയുന്നത് വരെ എന്താണ്, ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡാണ്. VBO എന്ന് പറയുന്നത് വരെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡാണ്. അപ്പോൾ ആ സമയത്ത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൻ്റെ സെക്ഷനിൽ നോക്കിക്കേ, ഒരു ചെറിയ കറൻറ്റ് മാത്രമേ ഫോർവേഡ് ലീക്കേജ് കറൻറ്റ്, ചെറിയൊരു കറൻറ്റ് മാത്രമേ അവിടെ പാസ് ചെയ്യത്തുള്ളൂ, ലീക്കേജ് കറൻറ്റ്. ആ സമയത്ത് എന്തായിരിക്കും, ഗേറ്റ് ഓപ്പൺ ആയിരിക്കും, ഗേറ്റ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നില്ല. ആനോഡ് എന്തായിരിക്കും, ആനോഡ് ടു കാഥോഡ് നമ്മൾ ഒരു വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും അതെന്തായിരിക്കും, ഒരു ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ, അഥവാ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ കുറഞ്ഞൊരു വോൾട്ടേജ് ആയിരിക്കും എന്ത് ചെയ്യുക, ആനോഡ് ടു കാഥോഡ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതാണ് ആ ഒരു സെക്ഷനാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ഇനി ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ ഫാസ്റ്റ്ലി കണ്ടക്ഷൻ മോഡിലേക്ക് പോകും. നോക്കിക്കേ, ഈ പോയിന്റ് നേരെ സഡൻ കണ്ടക്ഷൻ, ഈ കറണ്ട് കണ്ടക്ഷനിലേക്ക് പോകും. ആ ഒരു കണ്ടക്ഷൻ ചെയ്യുന്ന പാത്തിനാണ് നമ്മൾ ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് എന്ന് പറയുന്നത്.
ആ സമയത്ത് എന്തായിരിക്കും ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ നമുക്ക് ഇവിടെ എന്തായിരിക്കും ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ കൂടുതലുള്ള സപ്ലൈ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവും. എല്ലാം തന്നെ ഈ ഗേറ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഫോർവേഡ് സപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. ഗേറ്റ് കാഥോഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫോർവേഡ് കണ്ടക്ഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാം, കറണ്ട് IG0 എന്നുള്ളതിന് പകരം ഗേറ്റ് കറണ്ട് IG0 എന്നുള്ളതിന് പകരം ഒരു പക്ഷേ IG2 ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഭാഗത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യും, കണ്ടക്ഷനിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തൊരു മോഡാണെന്ത്, റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഇതാണ് SCRൻ്റെ PN. ഇവിടെ എന്തായിരുന്നു ആദ്യം നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് അഥവാ ഫോർവേഡ് ബയാസിലായിരുന്നു ആനോഡും കാഥോഡും. ഗേറ്റിന് നമ്മൾ എന്ത് ചെയ്തു, സപ്ലൈ കൊടുത്തപ്പോഴാണ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് വന്നത്. ഇനി ഇവിടെ തിരിച്ചാക്കുന്നു, ഗേറ്റ് എന്ത് ചെയ്യുന്നു, വീണ്ടും ഓപ്പൺ ആക്കുന്നു, ഗേറ്റ് എന്ത് ചെയ്യുന്നില്ല, സപ്ലൈ കൊടുക്കുന്നില്ല. അതേപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, ആനോഡും കാഥോഡും തമ്മിൽ എന്ത് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. അഥവാ കാഥോഡ് പോസിറ്റീവ് ആനോഡ് നെഗറ്റീവ് അഥവാ റിവേഴ്സ് മെത്തേഡിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ റിവേഴ്സ് മെത്തേഡിലേക്ക് വരുമ്പോഴാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് ഉണ്ടാകുന്നത്. ആ സമയത്ത് ഒരു സ്മാൾ ലീക്കേജ് കറണ്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അതാണ് റിവേഴ്സ് ലീക്കേജ് കറണ്ട്. ഇൻ കേസ് ഈ VBR അഥവാ VBR എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലേക്ക് എത്തി, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ SCR ഡാമേജ് ആവും, ഹൈ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗ്രാഫ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് ലാച്ചിങ് കറൻറ്റും ഹോൾഡിംഗ് കറൻറ്റും. ലാച്ചിങ് കറൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ SCR കണ്ടക്ട് ചെയ്യാൻ വേണ്ട മിനിമം കറൻറ്റാണെന്ത്, ലാച്ചിങ് കറൻറ്റ്. എന്നാൽ SCR ഓഫാക്കാൻ വേണ്ട കറൻറ്റ് മിനിമം ഹോൾഡിംഗ് കറൻറ്റിനേക്കാൾ കുറഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ, SCR ടേൺ ഓഫ് ആകത്തുള്ളൂ. ലാച്ചിങ് കറൻറ്റ് എന്ന് പറയുന്നത് SCR ഓൺ ആവാനുള്ള മിനിമം കറൻറ്റാണ്. ഹോൾഡിംഗ് കറൻറ്റ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കറൻറ്റിനേക്കാൾ കുറഞ്ഞാലേ SCR എന്താവുള്ളൂ, ടേൺ ഓഫ് ആകത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഓരോ പോയിൻറ്റുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, ഓരോ സെക്ഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്ന ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ ഇൻ ദിസ് മോഡ് ഓഫ് ഓപ്പറേഷൻ SCR ഈസ് കണക്റ്റഡ് സച്ച് ദാറ്റ് ദ ആനോഡ് ടെർമിനൽ ഈസ് മെയ്ഡ് പോസിറ്റീവ്. ആനോഡ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്. കാഥോഡ് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആനോഡ് പോസിറ്റീവ് ആണ്. ഗേറ്റ് ഈസ് കെപ്റ്റ് ഓപ്പൺ അല്ലേ, ഗേറ്റ് എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. ഇൻ ദിസ് സ്റ്റേറ്റ് ജംഗ്ഷൻ J1 ആൻഡ് J2 ആർ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ദ ജംഗ്ഷൻ J2 റിവേഴ്സ് ബയാസ്ഡ്. നമ്മളൊരു ഫിഗർ വരച്ചിരുന്നു, 4 ലെയറുള്ള SCR, ആനോഡ്, കാഥോഡ്. ഇവിടെ എന്ത് ചെയ്തു, ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ആനോഡ് കാഥോഡ് ഫോർവേഡ് ബയാസ്ഡ് ആക്കി. ഗേറ്റ് എന്ത് ചെയ്തു, ഗേറ്റിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്നില്ല, അപ്പോൾ എന്താണ്, ഓപ്പൺ ആണ്, ഗേറ്റ് ഓപ്പൺ ആണ്. ഓക്കെ, ആ ഒരു സെക്ഷനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് J1 ജംഗ്ഷൻ J1 ആണ്, J2 J3. ഈ J1ഉം J3 എന്താണ്, ഫോർവേഡ് ബയാസ്ഡാണ്. J1ഉം J3യും ഫോർവേഡ് ബയാസ്ഡാണ്. J2 എന്താണ്, റിവേഴ്സ് ബയാസ്ഡാണ്. J3 ഫോർവേഡ് ബയാസ്, J1 ഫോർവേഡ് ബയാസ്, J2 റിവേഴ്സ് ബയാസ്. അതാണ് ഇവിടെ പറയുന്നത്. ഡ്യൂ ടു ദിസ് സ്മാൾ ലീക്കേജ് കറൻറ്റ് ഫ്ലോ ത്രൂ SCR അല്ലേ, അത് കാരണം അവിടെ എന്തുണ്ടാവും, ഒരു ചെറിയൊരു ലീക്കേജ് കറൻറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, SCRലൂടെ പാസ് ചെയ്യത്തുള്ളൂ. SCR ആക്ട് ആസ് ഓപ്പൺ സ്വിച്ച്. ഓക്കെ, ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു മോഡാണ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. SCR കംസ് ടു കണ്ടക്ഷൻ മോഡ് ഫ്രം ബ്ലോക്കിംഗ് മോഡ് ഏതർ ബൈ അപ്ലൈങ് പോസിറ്റീവ് പോൾസ് ടു ഗേറ്റ് ടെർമിനൽ. ഈ ടെർമിനൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സപ്ലൈ കൊടുത്താലും എന്ത് ചെയ്യാം, അതിനെ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് മാറ്റാം. ഏതിൽ നിന്ന്, ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ നിന്ന് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് മാറ്റാം. ഓർ എന്ത് ചെയ്യുക, ഇൻക്രീസ് ദ ഫോർവേഡ് വോൾട്ടേജ് അഥവാ ഇവിടെ കൊടുത്ത വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ എന്ത് ചെയ്യാം, കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടക്ഷൻ നടത്താം. ഓക്കെ, ദ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് അറ്റ് ജംഗ്ഷൻ J2. ഇങ്ങനെ നമ്മൾ കറണ്ട് ഗേറ്റ് കറണ്ട് കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഈ J2 എന്ന് പറയുന്ന ജംഗ്ഷനിൽ എന്ത് സംഭവിക്കും, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അത് കാരണമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കണ്ടക്ഷൻ സംഭവിക്കുന്നത്. ദെയർഫോർ ദ SCR ടേൺ ഇൻ ടു കണ്ടക്ഷൻ മോഡ് ആക്ട് ആസ് ക്ലോസ്ഡ് സ്വിച്ച്. ഓക്കെ, അതെന്ത് ചെയ്യും, ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇനി അടുത്തതാണ് എന്ത്, മൂന്നാമത്തെ മോഡാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്, ഈ ഒരു സെക്ഷനാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. ഇൻ ദിസ് മോഡ് ഓഫ് ഓപ്പറേഷൻ കാഥോഡ് ഈസ് മെയ്ഡ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആനോഡ്. നമ്മളിവിടെ ഫിഗർ വരച്ച് പറഞ്ഞു, കാഥോഡിനെ ഇത് ആനോഡായിരുന്നു, ഇത് കാഥോഡായിരുന്നു. തിരിച്ചു കൊടുക്കുക, കാഥോഡിൽ പോസിറ്റീവും ആനോഡിൽ നെഗറ്റീവും കൊടുക്കുന്ന പ്രോസസ്സാണ് എന്ത്, റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ വരുന്നത്. പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. നോക്കിക്കേ, അപ്പോൾ എന്തായിരിക്കും, ദ ജംഗ്ഷൻ J1 ആൻഡ് J3 ആർ റിവേഴ്സ് ബയാസ്ഡ് അല്ലേ. ഇവിടെയുള്ള J1ഉം J3യും എന്തായി മാറും, J1ഉം J3യും റിവേഴ്സ് ബയാസ്ഡ് ആവും. J2 എന്താവും, ഫോർവേഴ്സ് ബയാസ്ഡ് ആവും. J2 ഫോർവേഴ്സ് ബയാസ്ഡ് ആവും. This reverse voltage drive the SCR into reverse blocking region, result for the small leakage current through it and act as open switch അല്ലേ. ആ സമയത്ത് ഒരു ചെറിയ ലീക്കേജ് കറണ്ട് മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. ആ സമയത്ത് എന്തായിരിക്കും, ഓരോ ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, SCRൻ്റെ ആ ഒരു ഫിഗർ വരയ്ക്കാൻ എല്ലാവരും പഠിച്ചിരിക്കണം.
SCRൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ എല്ലാവരും പഠിച്ചിരിക്കുക. ഓക്കെ, ഇത് ജംഗ്ഷൻ J1 ആണ്, ജംഗ്ഷൻ J2, ജംഗ്ഷൻ J3. ഇത് ലെയർ 1, ലെയർ 2, ലെയർ 3, ലെയർ 4 ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, SCRൻ്റെ ഇതാണ് ആനോഡ്. ഓക്കെ, ആ ഫിഗർ ഒന്ന് പഠിച്ചു വെക്കാം. ആനോഡും കാഥോഡും ഗേറ്റും കൊടുക്കാനൊന്ന് പഠിച്ചു വെക്കാം. ഇത്രയാണ് ഇതിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി 7 മാർക്കിൻ്റെ 4ാമത്തെ കൂടിയുള്ള 7 മാർക്കിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഒന്ന് നോക്കി വെക്കുക എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളതെന്ന്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേ ബി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ യൂസിങ് ഡയോഡ്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തിനാണ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്? റെക്ടിഫയർ യൂസ് ചെയ്യുന്നത് AC to DC കൺവേർട്ട് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റെക്ടിഫയർ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അഥവാ ആൾട്ടർനേറ്റിംഗ് കറൻറ്റിനെ ഡയറക്റ്റ് കറൻറ്റാക്കി മാറ്റാൻ, അഥവാ ഈ ഒരു പൾസിനെ നമ്മൾ എന്ത് ചെയ്യണം, നേരെ DC ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് റെക്ടിഫയറുകൾ യൂസ് ചെയ്യുന്നത്. റെക്ടിഫയർ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്, ഹാഫ് വേവ് ഉണ്ട്. ഫുൾ വേവിലുള്ള രണ്ടെണ്ണത്തിലൊന്നാണ് ബ്രിഡ്ജ് റെക്ടിഫയർ, മറ്റൊന്ന് ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ. അപ്പോൾ ഏതും ചോദിക്കാം. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. മറ്റേതും കൂടെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇതിൻ്റെ ഫിഗറിൽ നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫിഗർ നോക്കാം. ഇതിനാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിഡ്ജ് റെക്ടിഫയറിൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതിനാണ്. അപ്പോൾ ഇവിടെ 4 ഡയോഡുകളാണ് യൂസ് ചെയ്യുന്നത്. 4 ഡയോഡ് D1, D2, D3, D4. ഓക്കെ, ഇവിടെ കണക്ട് ചെയ്ത് വെച്ച് നോക്കിക്കേ. ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഫിഗറിൽ നിങ്ങൾക്കറിയാം D4ൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, D1ൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. എന്നിട്ട് D4ൻ്റെ ഈ ഡയോഡിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആദ്യം അറിഞ്ഞിരിക്കണം. ഡയോഡിൻ്റെ പോസിറ്റീവ്, ഡയോഡിൻ്റെ നെഗറ്റീവ്. ഓക്കെ, ഡയോഡിൻ്റെ നെഗറ്റീവ്, D4ൻ്റെ നെഗറ്റീവ് D1ൻ്റെ പോസിറ്റീവിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, അതേപോലെ D1ൻ്റെ നെഗറ്റീവ് D2ൻ്റെ നെഗറ്റീവിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, അടുത്തത് D2ൻ്റെ പോസിറ്റീവ് D3യുടെ നെഗറ്റീവിലാണ്. അതേപോലെ D3യുടെ പോസിറ്റീവ് D4ൻ്റെ പോസിറ്റീവിലാണ്. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ മാറിപ്പോരുത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നോക്കിക്കേ, ഇവിടെ പോസിറ്റീവ് വരുന്ന സ്ഥലമുണ്ട്, നെഗറ്റീവ് വരുന്ന സ്ഥലമുണ്ട് അല്ലേ? ഇവിടെ എന്ന A എന്ന പോയിന്റിൽ നോക്കിക്കേ, പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് വരുന്നു. C എന്ന പോയിന്റിൽ എന്ത്, പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് വരുന്നു. Dയിൽ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, Bയിൽ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഞാൻ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നത്, AC സപ്ലൈ കൊടുക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? ഇതാണ് AC വേവ് ഫോം. AC സപ്ലൈ കൊടുക്കുമ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും ഒരുമിച്ച് വരുന്നിടത്തേക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻപുട്ട് AC കൊടുക്കേണ്ടത്. നോക്കിക്കേ, അതേപോലെ ഇവിടുത്തെ AC കൊടുക്കുക കൊടുത്തിട്ടുള്ളത് ഈ പോസിറ്റീവും നെഗറ്റീവും ഒരുമിച്ച് വരുന്നിടത്തേക്ക്. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന DC നോക്കിക്കേ, നെഗറ്റീവ് എവിടെ നിന്ന് എടുക്കുന്നത്, രണ്ടും നെഗറ്റീവ് വരുന്ന പോയിൻ്റിൽ നിന്നാണ് ഔട്ട്പുട്ട് DC നെഗറ്റീവ് എടുത്തിട്ടുള്ളത്. ഔട്ട്പുട്ട് DC പോസിറ്റീവ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, രണ്ടിൻ്റെ ഡയോഡിൻ്റെയും പോസിറ്റീവ് വരുന്ന ഭാഗത്തു നിന്നാണ് ഔട്ട്പുട്ട് DC പോസിറ്റീവ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെയാണ് ഇൻപുട്ട് AC കൊടുത്തിട്ടുള്ളത്. ഇതാണ് എന്ത്, നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന RL ലോഡ്. ഈ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയായിരിക്കും, ഇത് ഫുൾ വേവ് ആയതുകൊണ്ട് തന്നെ ഈ ACയുടെ 2 വേവ് ഫോം എന്ത് വരണം, ഔട്ട്പുട്ട് വരണം. അതാണ് ഈ കാണുന്ന DC ഔട്ട്പുട്ട്. ഓക്കെ, ഇത് ഫിൽട്ടർ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ പൾസേറ്റിംഗ് AC ആയി മാറിയത്. നോക്കിക്കേ, ഇവിടെ ഇൻപുട്ട് കൊടുത്തത് എങ്ങനെയായിരുന്നു, ഇങ്ങനെയാണ്. ഔട്ട്പുട്ട് കിട്ടിയത് എങ്ങനെയാണ്, ഓക്കെ, ഈ പോസിറ്റീവ് ഈ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് വന്നു, ഈ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ട് കാണിച്ചു. പക്ഷേ നമുക്ക് വേണ്ടത് എങ്ങനെയാണ്, ശരിക്കും നമുക്ക് വേണ്ടത് ഇങ്ങനെയാണ് DC ഔട്ട്പുട്ട് കിട്ടേണ്ടത്. DC ഔട്ട്പുട്ട് കിട്ടേണ്ടത് ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കപ്പാസിറ്ററും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഫിൽട്ടർ കപ്പാസിറ്ററും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഈ വേവ് ഫോം നേരെ ഇങ്ങോട്ട് പോയി ഈ വേവ് ഫോം ഇങ്ങോട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യണം. കപ്പാസിറ്റർ വിത്തൗട്ട് കപ്പാസിറ്ററാണ് AC പൾസേറ്റിംഗ് DC ആയി മാറിയത്. വിത്ത് കപ്പാസിറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, പൾസേറ്റിംഗ് AC നമുക്ക് ഡയറക്റ്റ് DC ആക്കി മാറ്റാം. ഓക്കെ, നോക്കിക്കേ, AC സപ്ലൈ പൾസേറ്റിംഗ് DC ഔട്ട്പുട്ട് വന്നു. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡയറക്റ്റ് DC ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു കപ്പാസിറ്ററും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി ശ്രദ്ധിക്കുക, ഓരോ പോയിന്റുകൾ നമുക്ക് നോക്കാം. ഇൻ ദിസ് റെക്ടിഫയർ 4 ഡയോഡ്സ് ആർ യൂസ്ഡ് ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓൺലി ഡയോഡ് D1, D2 ആർ കണ്ടക്ട്. ഓക്കെ, ഇവിടെ 4 ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് D1ഉം D3യും മാത്രമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അഥവാ ഇതിൽ കൂടെ പോയി പാസ് ചെയ്തു, ഇതിൽ കൂടെ തിരിച്ചു വന്ന് നേരെ ഇങ്ങനെ തിരിച്ച് ഇതിലേക്ക് തിരിച്ചു വരും. ഇതാണ് D1ഉം D3യും മാത്രം കണ്ടക്ട് ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും, ലോഡിലൂടെ എന്ത് ചെയ്യും, കറണ്ട് പാസ് ചെയ്യും.
current flow through the load resistor and output voltage is obtained across the load resistor. Okay. During the negative half cycle, D4 and D2 conduct. അല്ലേ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് D2 D4 മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. D2 D4 മാത്രമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? കറണ്ട് ഫ്ലോ ത്രൂ ദ ലോഡ് റെസിസ്റ്റർ, ഔട്ട്പുട്ട് വോൾട്ടേജ് സപ്ലൈൻ്റെ അക്രോസ് റെസിസ്റ്ററിൻ്റെ അക്രോസ് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഇത് റിവേഴ്സ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും? പോസിറ്റീവിലേക്ക് റിവേഴ്സ് ചെയ്ത് വരും. ഓക്കെ ആണല്ലോ. ഡ്യൂറിംഗ് ദ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കറണ്ട് ഫ്ലോ ത്രൂ ദ ലോഡ് റെസിസ്റ്റർ ഇൻ സെയിം ഡയറക്ഷൻ. അല്ലേ, സെയിം ഡയറക്ഷനിലൂടെ തന്നെ എന്താണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പോസിറ്റീവിലേക്ക് രണ്ടും പാസ് ചെയ്ത് വരുന്നത്. കാരണം ഡയോഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്ന ഔട്ട്പുട്ട് ഫോമിൻ്റെയും ഡയറക്ഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഇവിടെയുള്ള നെഗറ്റീവിനെ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത് ഈ പൾസേറ്റിംഗ് ഡി സിയെ ഡയറക്റ്റ് ഡി സി ആക്കാൻ, പ്യുവർ ഡി സി ആക്കാൻ എന്ത് ചെയ്യണം? ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യാം. ഒരു കപ്പാസിറ്റർ ലോഡിന് അക്രോസ് യൂസ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് പ്യുവർ ഡി സി ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടും. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനിയും ഇതിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് എന്ത്? നമ്മുടെ BJT ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ്. അത് സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് കട്ട് ഓഫ് റീജിയൻ അതേപോലെ സാച്ചുറേഷനിൽ വർക്ക് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. BJT ആക്റ്റീവ് റീജിയനിലാകുമ്പോഴുള്ള സംഭവം എന്താണ് ചോദിക്കാറുണ്ട്. അതേപോലെ നമ്മുടെ സെമി കണ്ടക്ടറുകളെ പറ്റി ചോദിക്കാറുണ്ട്. സെമി കണ്ടക്ടർ ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രൻസിക് സെമി കണ്ടക്ടറുകൾ ചോദിക്കാറുണ്ട്. എക്സ്ട്രൻസിക് സെമി കണ്ടക്ടറുകൾ ചോദിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. അതുപോലെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ ചോദിക്കാൻ സാധ്യതയാണ് DC മോട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓർമ്മ ഉണ്ടാവും. DC സീരീസ്, DC ഷണ്ട്, ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട്, കോമ്പൗണ്ട് മോട്ടർ, ഡിഫറൻഷ്യൽ മോട്ടർ ഒക്കെ നമ്മൾ DC മോട്ടറിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് പഠിച്ചു വെക്കുക. DC മോട്ടറിൻ്റെ വർക്കിംഗ് ചോദിക്കാറുണ്ട്. അങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസ് ഇനിയും ഇതിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എല്ലാം കൂടി ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാം? ബുക്കുകളൊക്കെ നോക്കി റെഫർ ചെയ്ത് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.